ഇപ്പോൾ ദില്ലിയിൽ എക്സൈസ് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ വാർത്താ സമ്മേളനം നടത്തുകയാണ്. തത്സമയത്തിലേക്ക് പ്രധാനമായും കേരളത്തിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഗൗരവമായ ചില പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ലഹരി വസ്തുക്കളുടെ ഉപഭോഗം വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. കേരളത്തിൽ എൻഫോഴ്സ്മെന്റ് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നല്ല നിലയിൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് നിയമം അനുവദിക്കുന്നില്ല. നിരോധിച്ചിട്ട് പോലും ലഹരി വസ്തുക്കൾ വലിയ തോതിൽ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുകയാണ്. ഈ പ്രശ്നത്തെ നേരിടുന്നതിന് നിയമത്തിൻ്റെ ചില അപര്യാപ്തതകളുണ്ട്. ഇതിന് പരിഹാരം കാണാൻ നിലവിലുള്ള NDPS ആക്ടിൽ 1985 കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള നിയമമാണിത്. ഈ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സംസ്ഥാന ഗവൺമെൻറ്റിന് അധികാരമില്ല. അതുകൊണ്ട് നിയമത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം. അതിനുള്ള നിർദ്ദേശങ്ങൾ കേരളത്തിൻ്റെ നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നേരിടുന്നൊരു പ്രശ്നം 1 കിലോ വരെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ പിടികൂടിയാൽ അയാൾക്ക് ജാമ്യത്തിൽ ഇറങ്ങിപ്പോരാ. ഇത് കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിന് ഇടവരുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു അനുഭവം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നിയമ ഭേദഗതി വേണം എന്ന നിലപാട് കേരളം മുന്നോട്ട് വെക്കുന്നത്. ഇതിൻ്റെ നിയമസാധ്യതകൾ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഗൗരവമായ പ്രശ്നമാണ് ഈ ലഹരിയുടെ ഉപഭോഗത്തിന് വിധേയരായിട്ടുള്ള ആളുകൾ, അവർ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. അത്തരം ലഹരിക്ക് വിധേയമായിട്ടുള്ള ആളുകളെ ലഹരി ഉപഭോഗത്തിൽ നിന്ന് വിമുക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇതിന് സാധ്യമാകത്തക്ക നിലയിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അഡിക്ഷൻ സെൻ്ററുകൾ സ്ഥാപിക്കുമെന്ന് കഴിഞ്ഞ ബജറ്റ് പ്രസംഗത്തിൽ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് 100 കോടി രൂപയുടെ ധനസഹായം കേന്ദ്രത്തിൽ നിന്നും ലഭ്യമാകണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്ന സമീപനമാണ് ധനമന്ത്രി സ്വീകരിച്ചത്. സഹായം ലഭിക്കുമെന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ദേശീയ തലത്തിലൊരു അഡിക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ സ്ഥാപിക്കണമെന്ന ആവശ്യം കേന്ദ്രമന്ത്രി തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അത് കേരളത്തിനും രാജ്യത്താകെയും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമായി മാറും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത്തരം ആവശ്യങ്ങൾക്ക് ഫണ്ട് നൽകാൻ നിലവിൽ കേന്ദ്രത്തിൻ്റെ ഒരു ഫണ്ടുണ്ട്. NDPS ആക്ട് പ്രകാരമുള്ള മയക്കുമരുന്ന് ദുരുപയോഗ നിയന്ത്രണ ദേശീയ നിധി എന്ന ഒരു സംവിധാനം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഈ നിധിയിൽ നിന്നും ഫണ്ട് ലഭ്യമാക്കാനുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട് ചില പ്രധാന പ്രശ്നങ്ങൾ കേരളം ഇന്ന് നേരിടുന്നുണ്ട്. ദില്ലിയിൽ ടി.പി. രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.